ആത്മാർത്ഥതയും തീക്ഷ്ണതയും കൈമുതലാക്കി പ്രവർത്തിക്കുന്ന ഒരു ഗൈഡ് വിഭാഗവും ആരോഗ്യം, സൗഹൃദം, സേവനം എന്നീ ലക്ഷ്യങ്ങളുള്ള ക്ലാസുകളും ഇവിടെ നടത്തുന്നുണ്ട്. KCSL സംഘടനയിലൂടെ വിദ്യാർത്ഥിനികളുടെ മൂല്യബോധത്തെ തട്ടിയുണർത്തുന്ന പരിപാടികൾ ആസൂത്രണം ചെയ്തു വരുന്നു. കലാമത്സരങ്ങളിൽ സംസ്ഥാന തലത്തിൽ വരെ വിജയം നേടുവാൻ LIGHSലെ KCSL കലാകാരികൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇനിയും LIGയുടെ യശസ് ഉയർത്തിപ്പിടിക്കുവാൻ വരും തലമുറയ്ക്കാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. LIGHS ചൂണ്ടലിൻ്റെ 72ാമത് വാർഷിക ദിനാഘോഷങ്ങൾക്ക് തിരിതെളിയുന്ന ഈ മഹനീയ മുഹൂർത്തത്തിൽ ഇന്നത്തെ പരിപാടികൾക്ക് അധ്യക്ഷപദം അലങ്കരിക്കുന്നത് CMC തൃശൂർ നിർമ്മല പ്രോവിൻസിലെ എഡ്യൂക്കേഷണൽ കൗൺസിലർ റവറൻ സിസ്റ്റർ മരിയ ജോസ് CMC ആണ്. ഈ ഔദ്യോഗിക പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത് തൃശൂർ റേഞ്ച് DIG ശ്രീമതി അജീത ബീഗം IPS ആണ്. മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രേഖ സുനിൽ അവർകളാണ്. സാൻഡോം ചർച്ച് വികാർ ഫാദർ സനോജ് അറങ്ങാശ്ശേരി അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ AV വല്ലഭൻ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വെൽഫെയർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മിസ്റ്റർ TA മുഹമ്മദ് ഷാഫി, നമ്മുടെ സ്വന്തം വാർഡ് മെമ്പർ ശ്രീമതി നാൻസി ആന്റണി, ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീമതി മാഗി ജോൺസൺ, കുന്നംകുളം AEO മിസ്റ്റർ A മൊയ്തീൻ, MPTA പ്രസിഡന്റ് ശ്രീമതി രമ്യ ജോജു, OSA പ്രസിഡന്റ് ശ്രീമതി വനജ സുകുമാരൻ, സ്റ്റാഫ് റെപ്രസെൻറ്റേറ്റീവ് ശ്രീമതി പെട്രീഷ്യ AA, സ്റ്റുഡൻറ് റെപ്രസെൻറ്റേറ്റീവ് കുമാരി നേഹ CL തുടങ്ങിയവരാണ് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നത്. LIGHSന്റെ വാർഷിക ദിനാഘോഷത്തോടൊപ്പം ഈ വിദ്യാലയത്തിൽ അധ്യാപികയായ ശ്രീമതി ഡെയ്സി TP, ഓഫീസ് അസിസ്റ്റൻസ് ആയ ശ്രീമതി റീന AA, ശ്രീമതി വത്സ PP. A warm good evening to one and all present here. Welcome to the much awaited annual day celebration of Our Lady Immaculate Girls High School, Chundal.
We are your hosts for the evening, Jia Jos, Ameya Baiju and Mariam Rose Toley. It's an absolute pleasure to have all of you join us today. 72 years of excellence. Yes, Lady Immaculate Girls High School Chundal is celebrating her 72nd annual day and the retirement function of our beloved Daisy teacher, Valsa Chechi and Reena Chechi. CMC വിദ്യാഭ്യാസ ഏജൻസിയുടെ കീഴിലുള്ള തൃശൂർ നിർമ്മല പ്രോവിൻസിലെ ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലയിലെ ഏറ്റവും മികച്ച വിദ്യാലയങ്ങളിൽ ഒന്നായ LIGHS ചൂണ്ടൽ നിവാസികൾക്കെന്നും അഭിമാന സ്തംഭവും പെൺപൈതങ്ങൾക്ക് മാർഗദർശിയുമാണ്. ആത്മീയ മേഖലകളിൽ തിളക്കമാർന്ന സംഭാവന നൽകിയ വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛന്റെ സ്വപ്ന സാക്ഷാത്കാരമാണ് CMI CMC വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. Amidst the pages of history, there are several individuals whose remarkable deeds often overshadowed their multifaceted roles. Saint Kuryakos Elias Chavara, a beacon of enlightenment in the 19th century Kerala, exemplified this blend as social reformer and a revered religious leader. His visionary spirit and commitment to education laid a robust foundation for the social, cultural and educational advancement of our society. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് തീരെ പ്രാധാന്യം ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ആരംഭിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മൂല്യബോധത്തിലും വിശുദ്ധിയിലും വളരുവാൻ പെൺകുട്ടികളെ പ്രാപ്തരാക്കുന്നു. ഗ്രാമീണതയുടെ ശാലീനതയുമായി പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യയിലൂടെ വിജ്ഞാനം പകർന്നു കൊടുക്കുകയും സ്നേഹം ഒരിക്കലും പരാജയപ്പെടുകയില്ല എന്ന ആശയം ജീവിതത്തിലൂടെ വളർത്തിയെടുക്കുകയുമാണ് ഈ വിദ്യാലയത്തിന്റെ ദർശനം. Our mission is to open up the inexhaustible source of knowledge so as to flourish as beacons in the spiritual and cultural fields, and with the blessings of Lady Immaculate transform students as people with eternal values. മനുഷ്യ വ്യക്തിത്വത്തിന്റെ സർവതോമുഖമായ വികാസത്തെ മുൻനിർത്തിക്കൊണ്ട് വിദ്യാർത്ഥികളെ സ്നേഹത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും സവിശേഷ ചൈതന്യ വാഹകരാക്കി തീർക്കുക എന്നതാണ് ഈ വിദ്യാലയത്തിന്റെ ലക്ഷ്യം. Sow a seed, reap once. Plant a tree, reap tenfold. Educate people, reap 100-fold. This power of education was deeply understood by our revered founder, Father G.F. Chundal, a man who has immense compassion, intellect and an unwavering dedication to humanity. His vision to empower young girls through education and uplift society was unparalleled. He entrusted this noble responsibility to the capable hands of Carmelite sisters who passionately carry forward this mission with immense zeal and enthusiasm. Today, we come together to honor and pay tribute to his remarkable soul, which continues to inspire us within the pursuit of knowledge and the betterment of society. ഈ ധന്യ നിമിഷത്തിൽ റിട്ടയർ ചെയ്യുന്ന ഞങ്ങളുടെ എല്ലാവരെയും പ്രിയപ്പെട്ട ഡേസി ടീച്ചർ, ഓഫീസ് അസിസ്റ്റന്റ് ശ്രീമതി വത്സ ചേച്ചി, ശ്രീമതി റീന ചേച്ചി എന്നിവരെ കുറിച്ച് രണ്ട് വാക്ക്. ശ്രീമതി ഡേസി ടീച്ചർ LIGHS പൂർവ്വ വിദ്യാർത്ഥി. 27 വർഷത്തെ തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ 24 വർഷവും ഈ വിദ്യാലയത്തിൽ ഹിന്ദി അധ്യാപികയായി സേവനമനുഷ്ഠിച്ചു. പ്രാർത്ഥനാ ചൈതന്യവും തന്റെ കുഞ്ഞുമക്കൾക്ക് പകർന്നു നൽകിക്കൊണ്ട് രാഷ്ട്രഭാഷയായ ഹിന്ദിയെ വളരെ ലളിതമായ രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തി നൽകിക്കൊണ്ട് ഇക്കാലം അത്രയും LIGHS തന്റെ സ്വന്തം വീട് പോലെ സ്നേഹിച്ച ഡേസി ടീച്ചർക്ക് സ്വാഗതം. 31 വർഷം ഈ വിദ്യാലയത്തിൽ ഓഫീസ് അസിസ്റ്റന്റായി ജോലി ചെയ്ത വത്സ ചേച്ചിക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ശ്രീമതി റീന ചേച്ചി കാൽ നൂറ്റാണ്ടിലെ ഔദ്യോഗിക ജീവിതത്തിൽ 15 വർഷവും LIGയിൽ ഓഫീസ് അസിസ്റ്റന്റായി ജോലി ചെയ്ത് തന്റെ ജോലിയിൽ നിന്നും വിരമിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട റീന ചേച്ചിക്കും സ്വാഗതം. ഈ ആഘോഷവേളയിൽ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും സുസ്വാഗതം. നിറഞ്ഞൊഴുകും നോവിനെ ഉള്ളിലേരിയും അഗ്നിയെ അണച്ച് ശാന്തമായി ഒഴുകുന്ന പുഴയായി മനസ്സിനെ മാറ്റും മന്ത്രമാണ് പ്രാർത്ഥന. കാണുന്നവയിലെല്ലാം ഈശ്വരനെ ദർശിക്കാനുള്ള കഴിവും കരുത്തും നൽകണേ എന്നതാകട്ടെ നമ്മുടെ പ്രാർത്ഥന. സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം
6-ാം വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെയാകട്ടെ, അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. അതെ, നമ്മുടെ ഈ നല്ല നിമിഷങ്ങളുടെ ആരംഭവും ദൈവ സാന്നിധ്യത്തോടെ ആയിരിക്കട്ടെ. സർവവും ഈശ്വര പാദങ്ങളിൽ അർപ്പിച്ച് പ്രാർത്ഥന നിർഭരമായ മനസ്സുകളോടെ അർച്ചന ചെയ്യുവാനെത്തുന്നു അമലോത്ഭവം. ആദിശക്തിപതേ വേദനാദസുധേ രാവാഴുമുർവിതൻ ദ്യോതകേ സർവമൂലപ്രകൃതി പ്രജാപതേ തത്വാതീതത്രിയേകനേ ജഗത് സാക്ഷിയേ മൽപ്രണാമം മൽപ്രണാമം. ഭജപാലകുലജാതനവനീശ്വരം ഭജതേ സദാ കന്യമറിയാസുരം കരുണാനിലയമേകഭൂരക്ഷകം ഭജതേ സദാ ക്രിസ്തുദേവ പ്രഭും. മതിലേനിലേകത ഒരു ഗോഷ്ഠ ജനനം കൈകാൽ കുടഞ്ഞു ചിരിച്ചൊരു പുണ്യം നിജമർത്യ കുലപാപ വൃന്ദാധികരണം ലോകത്തിൻ പാപത്തെ സ്വയമേറ്റ ചരിതം. കാനായ് ദേശേ ഭവനമതൊന്നിൽ അതിരുചിരം തിരുമംഗലഘോഷം അതിഥികളധികം ഭോജ്യം തുച്ഛം കിംകരണീയം ഹൃദയ ക്ലേശം. കരുണാമയതവൻ മൊഴിയുന്നു മമ ചാരേ ചടുതി സമാനയ സുജലം ദിവ്യസ്പർശമതൊന്നാൽ ജലമതു ദ്രാക്ഷാരസമായി മാറ്റി ദേവൻ. ഏവർക്കും നമസ്കാരം. ഒരു വർഷത്തെ നമ്മുടെ നീണ്ട ആ സന്തോഷത്തിൻ്റെ ആ വേളയിലേക്കുള്ള നമ്മുടെ ഒരുക്കങ്ങൾ
ഇന്നിവിടെ പര്യവസാനിക്കുകയാണ്. ആ സന്തോഷം ഇന്നിവിടെ തീർന്ന് നാളെ പുതിയ സന്തോഷം ആരംഭിക്കുകയാണ്. നിങ്ങളേവരെയും ഈ മഹനീയ മുഹൂർത്തത്തിലേക്ക് സ്വാഗതം ചെയ്യുക എന്നുള്ള കർത്തവ്യത്തിലേക്ക് ഞാൻ നേരിട്ട് കിടക്കുന്നു. നമ്മളിവിടെ വിശിഷ്ടാതിഥിയായിട്ട് എത്തിച്ചേരാനേറ്റ നമ്മുടെ ശ്രീമതി അജിത ബീഗം IPS കുറച്ച് തിരക്കുകൾ കാരണം പരമാവധി വരാൻ ശ്രമിക്കാം എന്ന് നമ്മളടുത്ത് വാക്ക് പറഞ്ഞിട്ടുണ്ട്. പ്രൈം മിനിസ്റ്ററുടെ ഒരു ഓൺലൈൻ മീറ്റ് വളരെ അർജൻറ്റായിട്ട് അല്പനേരം മുന്നേ അതിൽ എൻഗേജ് ആയിരിക്കുകയാണ്. അപ്പോൾ എന്നിരുന്നാലും നമ്മുടെ ഈ പരിപാടികൾ തീരുന്നതിനേക്കാളും മുന്നായിട്ട് എത്തിച്ചേരും, പരമാവധി ശ്രമിക്കാം എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെ അഭാവത്തിലും അവരുടെ ഈ വേദിയിലേക്ക്, നമ്മുടെ ഈ ഒരു മഹനീയ മുഹൂർത്തത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ശ്രീമതി അജിത ബീഗത്തെ പറ്റി പറയുമ്പോൾ തമിഴ്നാട്ടിലെ വളരെ ഏറ്റവും കഷ്ടപ്പെട്ട ഒരു അവസ്ഥയിൽ നിന്ന് ജനിച്ചും വളർന്ന് ഇന്ന് തൃശ്ശൂർ ജില്ലയുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഏറ്റവും ഉന്നത സ്ഥാനം വഹിക്കാനുള്ള വളർച്ചയിലേക്ക് അവർ വളർന്നു വലുതായി. എന്തുകൊണ്ടും ഒരു പെൺ വിദ്യാർത്ഥിനികൾ പഠിക്കുന്ന ഒരു വിദ്യാലയത്തിലേക്ക് നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും നല്ല വിശിഷ്ട വ്യക്തിത്വം തന്നെയാണ് ശ്രീമതി അജിത ബീഗം IPS. ആ ഒരു ഭാഗ്യം സിദ്ധിക്കാൻ നമുക്ക് ഇടവരട്ടെ. നമ്മുടെ ഈ പ്രോഗ്രാം തീരുന്നതിനുള്ളിലെങ്കിലും എത്തിച്ചേരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അവരുടെ അഭാവത്തിൽ അവരെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി എനിക്ക് സ്വാഗതം ചെയ്യാനുള്ളത് സിസ്റ്റർ മരിയ ജോസ്. സിസ്റ്ററെ ഞാൻ വളരെ കുറച്ച് നാളത്തെ പരിചയമേ ഉള്ളൂ. കഴിഞ്ഞ വർഷം മുതലാണ് 1-2 ഫംഗ്ഷനൊക്കെ ഇവിടെ വന്നിട്ട് കണ്ടിരുന്നതെന്നുണ്ടെങ്കിലും വളരെ ഊഷ്മളമായൊരു അടുപ്പം എന്നെയായിട്ട് മാത്രമല്ല നമ്മുടെ ഈ സ്കൂളിലുള്ള ഓരോ സ്റ്റാഫിനോടും സിസ്റ്റേഴ്സിൻ്റെ അടുത്തും വിദ്യാർത്ഥികളുടെ അടുത്തും എല്ലാം വളരെ കാത്തു സൂക്ഷിച്ചു വന്നിരുന്ന ഒരു വ്യക്തിത്വമാണ് സിസ്റ്റർ മരിയ ജോസ്. തൃശ്ശൂർ നിർമ്മല പ്രൊവിൻസ് എഡ്യൂക്കേഷൻ കൗൺസിലറായി സേവനം തുടരുന്നു. ജീവിതത്തിൽ അധിക നാളും പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ഹെഡ് മിസ്ട്രസ്സായി ജോലി ചെയ്തതിൻ്റെ ഭാഗമായി ഒരു സ്കൂളിൻ്റെ സ്പന്ദനം കൃത്യമായിട്ട് മനസ്സിലാക്കി ആവശ്യങ്ങൾ ചോദിച്ചറിഞ്ഞ് നമുക്ക് നൽകുന്നതിനേക്കാൾ മുൻപേ തന്നെ നമ്മളെ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും നമ്മുടെ എല്ലാ പുരോഗതികൾക്കും വേണ്ടി നമ്മുടെ ഒപ്പം നിലനിന്നിരുന്ന ഒരു വ്യക്തിത്വമാണ്. ആർക്കും എപ്പോൾ വേണമെങ്കിലും സമീപിക്കാവുന്ന എന്ത് ആവശ്യങ്ങൾക്കും നമുക്ക് ഒരു സ്കൂളിൻ്റെ ആയപ്പോൾ ഒരുപാട് ഭാരിച്ച ഉത്തരവാദിത്തങ്ങളും ചുമതലകളും ഒക്കെ പല പല ഘട്ടങ്ങളിലും കടന്നു വരുന്ന ഒരു മേഖലയാണ് വിദ്യാഭ്യാസ മേഖല, ഒരു സ്കൂൾ. അപ്പോൾ അവർക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ഒരു നേതാവിനെ തന്നെയാണ് ആ പ്രൊവിൻസിനെ ഈ മേഖലയിലേക്കായിട്ട് കിട്ടിയിരിക്കുന്നത്. സിസ്റ്ററിനെ ഞാൻ ഏറ്റവും എൻ്റെ ഹൃദ്യമായ ഭാഷയിൽ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് എനിക്ക് സ്വാഗതം പറയാനുള്ള ആൾ നമ്മുടെ കൂട്ടത്തിൽ ഒരാളാണ്. എന്നിരുന്നാലും ആ കൂട്ടത്തിൽ നിന്നുകൊണ്ട് തന്നെ നമ്മളിൽ വളരെ ആ ഉന്നതമായ പദവിക്ക് ഒക്കെ വഹിച്ചു പോരുന്നുണ്ടെങ്കിലും വളരെ ലളിതമായി എല്ലാ കാര്യങ്ങളിലും ഇടപഴകുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മുടെ ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റ് ശ്രീമതി രേഖ സുനിൽ. മേഡത്തിനെ തിരക്കുകൾ എന്ന് പറഞ്ഞാൽ ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റ് തിരക്കുകൾ എന്തൊക്കെയാണെന്നുള്ളത് അത് ആ മേഖലയുമായിട്ട് അടുത്ത് നിന്നവർക്ക് വളരെ വ്യക്തമായിട്ട് അപ്പോഴാണ് മനസ്സിലാവുക. എന്നിരുന്നാലും ഈ സ്കൂളിൽ എനിക്ക് ഇന്ന് വരെ പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷന് പോലും മാഡം വരാതിരുന്നതായിട്ട് എൻ്റെ അറിവിലില്ല. ഞാൻ 2 വർഷമായിട്ട് ഇവിടെ PTA പ്രസിഡൻ്റാണ്. ഒരുപാട് ആവശ്യങ്ങൾക്ക് വളരെ പ്രാധാന്യമേറിയതും എന്നിരുന്നാൽ താരതമ്യേന പ്രാധാന്യം കുറഞ്ഞ ഫംഗ്ഷനുകൾക്കായാലും പറഞ്ഞു കഴിഞ്ഞാൽ മാഡം ഉത്തരവാദിത്തപ്പെട്ട കൃത്യസമയത്ത് നമുക്ക് എത്തിച്ചേർന്ന് നമ്മുടെ ഏത് ആവശ്യങ്ങൾക്കും നമ്മുടെ അഭിപ്രായങ്ങൾക്കും നല്ല നിർദ്ദേശങ്ങൾ നമ്മൾക്ക് തിരിച്ച് നമുക്ക് നല്ല നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകുന്ന ഒരു വ്യക്തിത്വമാണ്. മേഡത്തെ ഞാൻ ഏറ്റവും ഹൃദ്യമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്ത് എനിക്ക് സ്വാഗതം പറയുന്നതിന് വേണ്ടിയിട്ടുള്ളത് നമ്മുടെ ഈ വിദ്യാലയത്തിൻ്റെ ആത്മീയ പിൻബലമായ നമ്മുടെ തൊട്ടടുത്തുള്ള നമ്മുടെ ഒരു ചുമരിൻ്റെ അപ്പുറത്തുള്ള നമ്മുടെ ദേവാലയത്തിലെ വികാരി ഫാദർ സനോജ് അറങ്ങാശ്ശേരിയാണ്. അച്ഛൻ എത്രയും പെട്ടെന്ന് എത്തും. ഇപ്പോൾ HMൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇതെപ്പോൾ വരുമെന്ന് പറയുന്നുണ്ട്. അച്ഛനും
നേരത്തെ പറഞ്ഞ പോലെ വാക്ക് പാലിക്കും, എനിക്ക് ഉറപ്പാണ്. അതൊരു ഇപ്പോൾ ഞാൻ അറിഞ്ഞത് അതൊരു ഫ്യൂണറൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ ഒരിക്കലും അവരുടെ കർത്തവ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതലകൾപ്പെട്ടാണ്. അത് നമുക്കൊരിക്കലും നമുക്ക് നിർബന്ധം പറയാൻ പറ്റില്ല. എന്നിരുന്നാലും അച്ഛൻ ഏറ്റവും പെട്ടെന്ന് ഇവിടെ എത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അച്ഛനും ഇതുപോലെ ഞാൻ ഈ സ്കൂളിൻ്റെ ചൈതന്യമായി നിലനിൽക്കുന്നൊരു സ്ഥാപനമായിട്ടാണ് ഞാൻ ആ ദേവാലയത്തെ കാണുന്നത്. നമ്മുടെ മക്കൾക്കായാലും ഇവിടെ വരുന്ന പേരൻസിനായാലും ഇവിടുത്തെ സിസ്റ്റേഴ്സിനും ഇവിടുത്തെ അധ്യാപകർക്കും എല്ലാവർക്കും ഉള്ളിലൊരു സങ്കടം വന്നു കഴിഞ്ഞാൽ അവർ പോയി മുട്ടുകുത്തുന്നത് ആ തിരുവസ്തിക്ക് മുന്നിലാണ്. അവിടെയുള്ള അച്ഛൻ ഇതാ എത്തി. ഓക്കെ. അപ്പോൾ ആ ആശ്രയമായിരിക്കുന്ന ആ സ്ഥാപനത്തിൻ്റെ മേലധികാരി നമുക്കെന്നും താങ്ങും തണലുമാണ്. അച്ഛന് നോ പ്രോബ്ലം. അച്ഛൻ എന്തായാലും കൃത്യം എൻ്റെ വാക്ക് പറഞ്ഞ് പൂർത്തീകരിക്കുന്നതിൻ്റെ ഉള്ളിൽ അച്ഛൻ ഇവിടേക്ക് കാലെടുത്ത് വെച്ചു. അച്ഛനെ എൻ്റെ ഏറ്റവും നല്ല ഉള്ളിൽ നിന്ന് വരുന്ന സ്വാഗതം. അടുത്തത് എനിക്ക് സ്വാഗതം പറയുന്നതിന് വേണ്ടിയുള്ളത് ശ്രീ AV വല്ലഭൻ സാറാണ്. വല്ലഭൻ സാറ് പറ്റി പറയുമ്പോൾ ഒരു ജില്ലാ പഞ്ചായത്ത് അംഗത്തിൻ്റെ തിരക്കുകൾ കൊണ്ട് 2023-24 അധ്യയന വർഷത്തെ കാതലായ പ്രവർത്തനങ്ങളുടെ സംയുക്ത റിപ്പോർട്ട് അവതരണത്തിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. റിപ്പോർട്ട് അവതരണം വീക്ഷിക്കുന്നതിനായി വിശിഷ്ടാതിഥികൾ വേദി ലേഡി ഇമ്മാക്കുലേറ്റ് ഗേൾസ് ഹൈസ്കൂളിൻ്റെ 2023-24 വാർഷിക റിപ്പോർട്ട്. നാട്ടിൻപുറത്തിൻ്റെ നിഷ്കളങ്കതയും ഗ്രാമത്തിൻ്റെ ശാലീനതയും മിഴിവാർന്നു നിൽക്കുന്ന ഈ സുന്ദര നിമിഷത്തിൽ LIG കുടുംബത്തിൻ്റെ 72ാമത് വാർഷിക സമ്മേളനവും രക്ഷാകർതൃ ദിനവും പ്രിയപ്പെട്ടവരുടെ യാത്രയപ്പ് സമ്മേളനവും സമുചിതമായി കൊണ്ടാടുന്ന ഈ വേളയിൽ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ഞങ്ങളുടെ സ്വന്തം എഡ്യൂക്കേഷൻ കൗൺസിലർ സിസ്റ്റർ മരിയ ജോസ്, ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രേഖ സുനിൽ, ചൂണ്ടൽ ഇടവകയുടെ പ്രിയങ്കരനായ വികാരി റെവറൻഡ് ഫാദർ സനോജ് അറങ്ങാശ്ശേരി, വേദിയിലെ എനിക്ക് പ്രിയങ്കരരായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സദസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രിയമുള്ള രക്ഷിതാക്കളെ, കുഞ്ഞുങ്ങളെ, സിസ്റ്റേഴ്സ്, സുഹൃത്തുക്കളെ, നിങ്ങൾ ഓരോരുത്തരുടെയും സാന്നിധ്യത്തിൽ LIGHSൻ്റെ 2023-24 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് സാദരം ഞാൻ സമർപ്പിക്കട്ടെ. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിന് നന്ദി പറയും. അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ ഞാൻ വിവരിക്കുമെന്ന സങ്കീർത്തക വചനത്തിൻ്റെ അഭിഷേകവും അനുഗ്രഹവും സ്മരിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കട്ടെ. ഈ വിദ്യാലയത്തിൻ്റെ സ്ഥാപകനും പരീതനായ റവറൻഡ് ഫാദർ GF ചൂണ്ടലിൻ്റെ ദീപ്തസ്മരണയ്ക്ക് മുൻപിൽ ഒരു നിമിഷം ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അമല മനോഹരിയായ പരിശുദ്ധ അമലോത്ഭവ അമ്മയുടെ കരവലയത്തിൽ നങ്കൂരമുറപ്പിച്ച് വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറ പിതാവിൻ്റെ സിദ്ധിയിൽ ഊന്നിക്കൊണ്ടുള്ള CMC തനിമയിൽ LIGയുടെ ഈ വർഷത്തെ പ്രയാണം പ്രൗഢഗംഭീരമായ പ്രവേശനോത്സവത്തോടെ ആരംഭിച്ചു. വിശിഷ്ടാതിഥികളുടെ നിറസാന്നിധ്യത്തോടെ നവാഗതരായ വിദ്യാർത്ഥികളെ മധുരവും പഠനോപകരണങ്ങളും നൽകി സ്വാഗതം ചെയ്തു. ഇതിന് സാമ്പത്തിക സഹായം നൽകിയ ചൂണ്ടൽ CSB ബാങ്കിനോടുള്ള കടപ്പാടും നന്ദിയും ഇവിടെ ഒരിക്കൽ കൂടി ഞങ്ങൾ സ്മരിക്കുന്നു. അതോടൊപ്പം SSLC പരീക്ഷയിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥിനികളെയും അഭിനന്ദിക്കുകയുണ്ടായി. ഈ വാർഷികാഘോഷത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രേഖ സുനിൽ, അനുഗ്രഹ പ്രഭാഷണത്തിനായി വന്നിരിക്കുന്ന ചൂണ്ടൽ സാന്തോം ചർച്ച് വികാരി റവറൻഡ് ഫാദർ സനോജ് അറങ്ങാശ്ശേരി, ആശംസകൾ അർപ്പിക്കാനായി വന്നു ചേർന്നിരിക്കുന്ന ഡിസ്ട്രിക്ട് പഞ്ചായത്ത് മെമ്പർ മിസ്റ്റർ AV വല്ലഭൻ, TA മുഹമ്മദ് ഷാഫി, ശ്രീമതി നാൻസി ആൻ്റണി, ശ്രീമതി മാഗി ജോൺസൺ, മിസ്റ്റർ A മൊയ്തീൻ, ശ്രീമതി രമ്യ ജോജു, ശ്രീമതി വനജ സുകുമാരൻ, ശ്രീമതി പെട്രീഷ്യ, കുമാരി നേഹ, സമ്മാനദാന നിർവഹണത്തിനായി എത്തിച്ചേർന്നിരിക്കുന്ന
സാന്തോം കോൺവെൻറ്റ് സുപ്പീരിയർ സിസ്റ്റർ സിദ്ധി, ഇന്നത്തെ താരങ്ങളായ ഡേസി ടീച്ചർ, റീന ചേച്ചി, വത്സ ചേച്ചി, വേദിയിലിരിക്കുന്ന സ്കൂൾ ലീഡർ കുമാരി നന്ദന ബ്രിജേഷ്, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, സിസ്റ്റേഴ്സ്, ഏറ്റവും സ്നേഹം നിറഞ്ഞ വാത്സല്യം നിറഞ്ഞ കുഞ്ഞുമക്കളെ, നമസ്കാരം. ചുണ്ടൻ LIGHSൻ്റെ 72ാമത് വാർഷിക ആഘോഷവേളയിലാണല്ലോ നാം എല്ലാവരും. നീണ്ട റിപ്പോർട്ട് നാം വായിച്ചു കേട്ടു. ഉപജില്ലാ തലത്തിലും ജില്ലാ തലത്തിലും റവന്യൂ തലത്തിലും സംസ്ഥാന തലത്തിലുമൊക്കെ വിജയം കൈവരിച്ച നമ്മുടെ കുഞ്ഞു മക്കളുടെ കലാപ്രകടനങ്ങളും അതുപോലെ തന്നെ ശാസ്ത്രമേളകളിലും കായികമേളകളിലും ഒക്കെ അവർ വരിച്ച പ്രശസ്ത വിജയവുമൊക്കെ നാം റിപ്പോർട്ടിലൂടെ കാണുകയും കേൾക്കുകയും ഉണ്ടായി. അതുപോലെ തന്നെ SSLC റിസൾട്ടും കഴിഞ്ഞ വർഷം എല്ലാ വിദ്യാർത്ഥികളും വിജയിച്ച് പ്രശസ്ത വിജയം കരസ്ഥമാക്കുകയുണ്ടായി. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ അധ്യാപകർക്കും മാതാപിതാക്കൾക്കും കൺഗ്രാജുലേഷൻസ്. ഈ വാർഷിക ആഘോഷവേള ഏറ്റവും മനോഹരമാക്കാനായിട്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഇവിടുത്തെ ഹെഡ്മിസ്സസും അധ്യാപകരും PTA-യും MPTA-യും അതുപോലെ മാതാപിതാക്കളൊക്കെ ഒരുമിച്ചുള്ള ഒരു പ്രവർത്തനം മൂലമാണ്. ഏത് പ്രവർത്തനമായാലും ഈ ഒരുമിച്ചുള്ള കൂട്ടായ്മയായിട്ടുള്ള ഈ പ്രവർത്തനം ആ പ്രവർത്തനങ്ങളെയൊക്കെ വിജയത്തിലെത്തിക്കുക തന്നെ ചെയ്യും. ഒരു കൊച്ചു കഥ പറയട്ടെ. ഒരിക്കലൊരു കൃഷിക്കാരൻ തൻ്റെ കൃഷിത്തോട്ടത്തിൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കിളച്ചും മറിച്ചും ഒക്കെ കൃഷി ചെയ്യുന്നതിനിടയിൽ അയാൾക്ക് ആ കൃഷിത്തോട്ടത്തിൽ നിന്നും ഒരു മൺകുടം കിട്ടി. അദ്ദേഹം ആ മൺകുടം മറച്ചും തിരിച്ചുമൊക്കെ നോക്കി. ഒരു മൺകുടമല്ലേ, അയാൾ എന്തായാലും കിട്ടിയതല്ലേ എന്ന് വിചാരിച്ച് അയാൾ ആ മൺകുടം എടുത്ത് അയാളുടെ കുടിലിൽ കൊണ്ടുവച്ചു. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം അദ്ദേഹം ആ പുര ഒന്ന് പൊളിച്ചു മേയണം. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ഒരു ദിവസം ആ പുരയുടെ മേൽക്കൂരയൊക്കെ പൊളിച്ച് അത് മേയാനായിട്ട് തയ്യാറായി നിൽക്കുകയാണ്. പക്ഷേ അന്ന് ആ പുര മേയാനായിട്ട് സാധിച്ചില്ല. ചില അസൗകര്യങ്ങൾക്കൊക്കെ കാരണം പിറ്റേ ദിവസം പുര മേയാമെന്ന് വിചാരിച്ചു. ദൗർഭാഗ്യമോ ഭാഗ്യമോ എന്ന് പറയട്ടെ, അന്ന് രാത്രി ഭയങ്കര മഴ പെയ്തു. ഇടിവെട്ടി തല്ലിത്തൊഴിച്ച് മഴ എന്ന് പറയാറില്ലേ, അതുപോലെ ഒരു മഴ. പിറ്റേ ദിവസം നേരം പുലർന്നു. അയാൾ ആ കുടിലിൽ മഴയൊക്കെ പെയ്ത് ആകെ ചെളിവിളിയായിട്ട് കിടക്കുന്നുണ്ടാവും എന്ന് വിചാരിച്ച് ആ വീടൊന്ന് കാണാനായിട്ട് വന്നപ്പോഴതാ വീട്ടിനുള്ളിൽ നിന്നൊരു വലിയൊരു പ്രകാശം. കുറച്ച് സമയം അയാൾക്ക് അത്ഭുതം തോന്നി. അയാൾ വളരെ അത്ഭുതത്തോടെ ആ കുടിലിലേക്ക് എത്തിച്ചു നോക്കിയപ്പോൾ ആ മൺകുടം ഇരുന്ന സ്ഥലത്ത് ഒരു പൊന്നിൻ കുടം ഇരിക്കുന്നു. അദ്ദേഹം ഓടിച്ചെന്നു ആ പൊന്നിൻ കുടത്തിൻ്റെ അരികിൽ ചെന്നു. അപ്പോഴാണ് അയാൾക്ക് മനസ്സിലായത് അയാൾ കൊണ്ടുവച്ച ആ കുടം മൺകുടമായിരുന്നില്ല, ഒരു സ്വർണ്ണക്കുടമായിരുന്നു, പൊന്നിൻ കുടമായിരുന്നു. എനിക്ക് ഈ വാർഷിക ആഘോഷവേളയിൽ നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ LIGHSൽ കൊണ്ടുവയ്ക്കുന്ന കുറേ മൺകുടങ്ങളുണ്ട്. ആ മൺകുടങ്ങളെ ഓരോ മൺകുടങ്ങളെയും മൺകുടങ്ങളാണെന്ന് കരുതി നമ്മൾ മാറ്റിവെക്കേണ്ടവരല്ല. ആ മൺകുടങ്ങളുടെ മുകളിൽ മഴത്തുള്ളികൾ വീണ് അല്ലെങ്കിൽ അലറിപ്പെയ്യുന്ന മഴത്തുള്ളികൾ വീണ് ആ മൺകുടങ്ങളിലെ എല്ലാ മണ്ണും ചെളിയും ഒക്കെ അഴുകി അല്ലെങ്കിൽ ഒലിച്ചൊലിച്ചു പോകും. അങ്ങനെ അത് തിളങ്ങുന്ന പൊന്നിൻ കുടമായിട്ട് മാറും. ഈ ഒരു മാന്ത്രിക വിദ്യയാണെന്ന് തോന്നുന്നു ഇവിടുത്തെ ഹെഡ്മിസ്സസും ഇവിടുത്തെ അധ്യാപകരുമൊക്കെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കൊണ്ടുവരുന്ന ഓരോ കുഞ്ഞിനെയും അവരുടെ കല ഏതാണ്, അവരുടെ കഴിവുകൾ ഏതാണ്, അവരുടെ സിദ്ധികൾ ഏതാണ് എന്നൊക്കെ അന്വേഷിച്ചറിഞ്ഞ് അതിനനുസരിച്ച് അവരെയൊക്കെ പാകപ്പെടുത്തിയെടുക്കാൻ, രൂപപ്പെടുത്തിയെടുക്കാൻ വലിയ കലാകാരന്മാരും
വലിയ ശാസ്ത്രജ്ഞരും അല്ലെങ്കിൽ സമൂഹത്തിന് നേതൃത്വ നിരയിലേക്ക് വരുന്ന വ്യക്തികളുമൊക്കെയാക്കി രൂപപ്പെടുത്തിയെടുക്കാൻ അക്ഷീണ പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് ഇവിടുത്തെ ഓരോ അധ്യാപകരും. അതിൻ്റെ ഫലമാണ് ഇവിടുത്തെ റിസൾട്ടും ഇവിടുത്തെ ഈ പാഠ്യേതര കലകളിലുള്ള ഈ വിജയവുമെല്ലാം നമ്മോട് വിളിച്ചു പറയുന്നത്. അങ്ങനെ മൺകുടങ്ങളെ പൊന്നിൻകുടങ്ങളാക്കി മാറ്റുന്ന മാന്ത്രിക വിദ്യ ചെയ്യുന്ന ഇവിടുത്തെ എല്ലാ അധ്യാപകർക്കും ഒരിക്കൽ കൂടി എല്ലാ അഭിനന്ദനങ്ങളും എല്ലാ ആശംസകളും സ്നേഹപൂർവ്വം നേരട്ടെ. ഇന്നത്തെ ഈ വാർഷികാഘോഷത്തിന് എന്തോ ഒരു മങ്ങലുണ്ട്. അതിൻ്റെ കാരണം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഇവിടുത്തെ 3 അധ്യാപകരാണ് ഈ വിദ്യാലയത്തോട് വിട പറയുന്നത്. സ്നേഹമുള്ള ഡെയ്സി ടീച്ചർ, നിങ്ങൾക്കറിയാം, രാഷ്ട്രഭാഷ കൈകാര്യം ചെയ്യുന്ന ഒരു അധ്യാപികയാണ്. മലയാളികളായ നമുക്ക് ഹിന്ദി ഭാഷ ഇത്തിരി വിഷമം പിടിച്ചതാണ്. അത് വളരെ ലളിതമായ രീതിയിൽ വളരെ സരസമായി 5ാം ക്ലാസ് തുടങ്ങി വരുന്ന കുഞ്ഞുങ്ങളെ വളരെ നന്നായി തന്നെ പഠിപ്പിച്ച് പ്രശസ്ത വിജയം കരസ്ഥമാക്കാൻ കഠിനാധ്വാനം ചെയ്യുന്ന ഒരു അധ്യാപികയാണ് നമ്മുടെ ഈ വിദ്യാലയത്തിൻ്റെ പടിയിറങ്ങിപ്പോകാൻ ഒരുങ്ങി നിൽക്കുന്നത്. ഇനി പഠിപ്പിക്കൽ മാത്രമല്ല, മറ്റ് അധ്യാപകരോടുള്ള പെരുമാറ്റമായാലും മറ്റ് കുട്ടികളോടുള്ള പെരുമാറ്റമായാലും ഇവിടെ കടന്നു വരുന്ന മാതാപിതാക്കളോടും മറ്റ് പിടിയക്കാരോടും എല്ലാവരോടും വളരെ തന്മയത്വത്തോടെ വളരെ നന്നായിട്ട് പെരുമാറാൻ കഴിയുന്ന, സ്നേഹപൂർവ്വം അവരെയൊക്കെ സമീപിക്കുന്ന ഒരു അധ്യാപികയാണ് ഡെയ്സി ടീച്ചർ എന്ന് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഡെയ്സി ടീച്ചർക്ക് ഈ അവസരത്തിൽ എല്ലാ യാത്രാമംഗളങ്ങളും എല്ലാ ആശംസകളും ഞാൻ ഈ സമയം പ്രാർത്ഥനാപൂർവ്വം നേർന്നുകൊള്ളട്ടെ. ഇനി നമ്മുടെ വത്സ ടീച്ചർ, പണ്ട് ഞാനിവിടെ 90-95 വർഷങ്ങളിൽ 1990-95 മുതലുള്ള വർഷങ്ങളിൽ ഞാൻ ഇവിടുത്തെ ഒരു അധ്യാപികയായിരുന്നു, ഹൈസ്കൂൾ അധ്യാപിക. അന്ന് ഇവിടെ വത്സ ടീച്ചറുണ്ടായിരുന്നു. വളരെ സമീപിക്കാവുന്ന ഒരു പ്രകൃതമാണ് വത്സ ടീച്ചറിൻ്റേത്. നല്ലൊരു അമ്മത്വമുള്ളൊരു ഒരു ഓഫീസ് സ്റ്റാഫാണ് വത്സ ചേച്ചി. ആർക്ക് വേണമെങ്കിലും സമീപിക്കാം. എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് നമ്മുടെ അരികിലേക്ക് വരികയും എന്താ ചെയ്യേണ്ടത് സിസ്റ്ററെ, എന്താ വേണ്ടേ, അല്ലെങ്കിൽ കുട്ടികളെ അടുത്ത് വരുമ്പോഴും അവരോട് ഒരു സ്നേഹത്തലോടലും അല്ലെങ്കിൽ ഒരു അമ്മത്വമുള്ളൊരു വാക്കൊക്കെ പറഞ്ഞ് അവരെ സ്നേഹിക്കുന്ന ഒരു അമ്മച്ചിയെയാണ് വത്സ ചേച്ചിയെ ഞാൻ കാണുന്നത്. വത്സ ചേച്ചിക്കും ഈ അവസരത്തിൽ എല്ലാ യാത്രാമംഗളങ്ങളും ഭാവി ഭാസുരമാകട്ടെ എന്ന എല്ലാ പ്രാർത്ഥനയും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ഇനി നമ്മുടെ റീന ചേച്ചിയുണ്ട്. റീന ചേച്ചി ഞാനുമായിട്ട് അത്ര അധികം പരിചയമില്ലെങ്കിലും ഞങ്ങളുടെ ഒരു സിസ്റ്ററിൻ്റെ ബന്ധു എന്നുള്ള നിലയിൽ പലപ്പോഴും ചേച്ചിയെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. ചേച്ചിയും ഈ പറഞ്ഞ പോലെ തന്നെ കുട്ടികളുടെ ഏറ്റവും പ്രിയങ്കരിയായ ചേച്ചിയാണ്. കുട്ടികൾക്ക് എന്താ ആവശ്യമുണ്ടെങ്കിലും ഓടി വന്ന് ചോദിക്കാം. വളരെ വേഗത്തിൽ തന്നെ അതൊക്കെ നിവർത്തിച്ചു കൊടുക്കാനായിട്ട് റീന ചേച്ചിയും എപ്പോഴും ഉത്സുകയാണ്. അങ്ങനെ ഈ ഓഫീസിലേക്ക് കടന്നു വരുന്ന ഓരോരുത്തർക്കും എപ്പോഴും സമീപിക്കാനും കാര്യങ്ങളൊക്കെ വേണ്ട വിധത്തിൽ ചെയ്തു കൊടുക്കാനും എപ്പോഴും തയ്യാറുള്ള റീന ചേച്ചിക്കും ഈ അവസരത്തിൽ എല്ലാ മംഗളങ്ങളും എല്ലാ പ്രാർത്ഥനകളും ഭാവി ഭാസുരമാകട്ടെ എന്നുള്ള എല്ലാ ആശംസകളും നേർന്നുകൊള്ളട്ടെ. ഒരിക്കലും ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ മേടത്തെ LIG HS-ന്റെ 72ാം വാർഷിക ദിന ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനായി ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു.
ज्योतिर्परब्रह्म दीपज्योतिर्जनार्दनः दीपो हरतु मे पापं सन्ध्यादीप नमोऽस्तु ते शुभं कुरु त्वं कल्याणम् आरोग्यं धनसम्पदः शुभं कुरु त्वं कल्याणम् आरोग्यं धनसम्पदः ओ दीपब्रह्मरूपस्त्वं ज्योतिषां प्रभुरव्ययः ओ दीपब्रह्मरूपस्त्वं ज्योतिषां प्रभुरव्ययः आरोग्यं देहि पुत्रांश्च मतिं स्वच्छां हि मे सदा शुभं कुरु त्वं कल्याणम् आरोग्यं धनसम्पदः शुभं कुरु त्वं कल्याणम् आरोग्यं धनसम्पदः ഈ നല്ല പരിപാടിയുടെ അധ്യക്ഷം വഹിക്കുന്ന സിസ്റ്റർ മരിയ ജോസ് അവർകൾ, ഇതിനെ സ്വാഗതം പറഞ്ഞ PTA പ്രസിഡന്റ് ഷൈൻ, ഫാദർ സനോജ് അറങ്ങശ്ശേരി അവർകൾ, ആശംസകൾ അർപ്പിക്കാൻ എത്തിയിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് മുൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വല്ലഭേട്ടൻ, ബ്ലോക്ക് പഞ്ചായത്ത് മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമായ മുഹമ്മദ് ഷാഫി, ചുണ്ട ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മാഗി ജോൺസൺ, ഈ വാർഡിൻ്റെ മെമ്പർ നാൻസി ആൻ്റണി, മറ്റ് അധ്യക്ഷവേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സദസ്സിലെ രക്ഷിതാക്കളെ, പ്രിയ അധ്യാപകരെ, വിദ്യാർത്ഥികളെ, ഇന്നിവിടെ 72ാം ആനുവൽ ഡേ ആണ് നടക്കുന്നത്. 72 വർഷം പിന്നിടുമ്പോൾ നമ്മുടെ ഈ വിദ്യാലയത്തിൻ്റെ ഉയർച്ച വളരെയേറെ മുന്നിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ കഴിഞ്ഞ വർഷത്തെ SLC റിസൾട്ട് വന്നപ്പോൾ നമുക്കറിയാം 100% നമ്മുടെ വിജയം നമുക്ക് കരസ്ഥമാക്കാൻ നമുക്ക് സാധിച്ചു. നമ്മുടെ അതിൻ്റെ പിന്നിൽ നമ്മുടെ ടീച്ചർമാരും അതുപോലെ തന്നെ നമ്മുടെ രക്ഷിതാക്കളും എല്ലാവരും നല്ല കഠിന പ്രയത്നം ചെയ്തതിൻ്റെ ഭാഗമായി തന്നെയാണ് ആ വിജയം നമുക്ക് കൈവരിക്കാൻ സാധിച്ചത്. പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ അവർ പ്രത്യേകം വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് തന്നെയാണ് ആ വിജയം നമുക്ക് കരസ്ഥമാക്കാൻ കഴിഞ്ഞത് തന്നെ. നമുക്കറിയാം, വിദ്യാഭ്യാസ മേഖല വളരെയേറെ മുന്നിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കൊച്ചു കേരളത്തിൽ വിദ്യാഭ്യാസത്തിന് എപ്പോഴും ഒരു മുൻതൂക്കം വിദ്യാഭ്യാസ മേഖലയ്ക്ക് എപ്പോഴും മുന്നിൽ തന്നെയാണ് ഈ കൊച്ചു കേരളം മാറിക്കൊണ്ടിരിക്കുന്നത്. റിപ്പോർട്ടിലൊക്കെ അവതരിപ്പിച്ചതുപോലെ നമ്മുടെ ഓരോ കുട്ടികൾക്കും അവർക്ക് വേണ്ട സമയത്ത് എന്താണ് കൊടുക്കേണ്ടത് ആ വിദ്യാഭ്യാസം ഇവിടെ നിന്ന് കിട്ടുന്നതിൻ്റെ ഭാഗമായി കുട്ടികൾ കലാപരമായും അതുപോലെ തന്നെ കായികപരമായും സാംസ്കാരികപരമായും നമ്മുടെ കുട്ടികൾ മുന്നിലേക്ക് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഈ സമയം നമുക്കറിയാം, ഉപജില്ലാ കലോത്സവമായാലും ജില്ലാ കലോത്സവമായാലും സംസ്ഥാന കലോത്സവമായാലും എല്ലാറ്റിലേക്കും നമ്മുടെ കുട്ടികളെ ഉയർത്തി കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചു. ഈ ഒരു വർഷം എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ ആ ഒരു വർഷത്തിൻ്റെ ഒരു അവസാനം നിമിഷമാണ് നമ്മുടെ ആനുവൽ ഡേ. ഇത് കഴിഞ്ഞാൽ നമുക്ക് ഇനി നമ്മുടെ പരീക്ഷകൾ വരികയാണ്. ആ പരീക്ഷകൾ വരുമ്പോൾ അതിൻ്റെ ഭാഗമായി നമുക്ക് പഠിക്കാൻ ഉള്ള സമയം കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായാണ് നമ്മൾ ഈ ആനുവൽ ഡേ
ഇപ്പോൾ തന്നെ ഈ അവസാന നിമിഷത്തെ നമ്മുടെ ഈ ജനുവരിയിൽ വെക്കാൻ തന്നെ കാരണം നമ്മുടെ കുട്ടികളുടെ ഒരു വർഷത്തെ അവരുടെ ഉയർച്ച, അവരിലുള്ള കലാപരമായുള്ള ഉയർച്ച, കായികപരമായുള്ള ഉയർച്ചകളെല്ലാം നമുക്ക് അവതരിപ്പിക്കാൻ ഒരിടമാണ് നമ്മുടെ ഈ ആനുവൽ ഡേ പങ്കുവെക്കുന്നത്. ആ ആനുവൽ ഡേയിൽ നമ്മളെല്ലാ കുട്ടികളും നല്ല രീതിയിൽ, ഇവിടെ വലിയവരോ ചെറിയവരോ ഒന്നുമില്ല, എല്ലാവരും ഒരുപോലെ ഒത്തൊരു ഒരു മനസ്സായി ഈ സ്കൂളിൻ്റെ പേര് എന്നും നല്ല നിലയിൽ നിലനിർത്തി പോകാൻ നമ്മുടെ എല്ലാ കുട്ടികൾക്കും, ആ കുട്ടികൾ മാത്രമല്ല അവരുടെ രക്ഷിതാക്കൾക്കും ടീച്ചറിനും എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് പോകാൻ സാധിക്കുന്നതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, വിദ്യാഭ്യാസം ഇന്ന് ഉയർന്ന രീതിയിലേക്ക് വരുവാൻ നമുക്ക് വേണ്ടി ജില്ലാ പഞ്ചായത്ത് ഇപ്പോൾ സമേതം എന്ന ഒരു പദ്ധതി തന്നെ വെച്ചുകൊണ്ടാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ ഏത് രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ, നമ്മുടെ കുട്ടികളെ ഉയർത്തിക്കൊണ്ടുവരണം, വിദ്യാഭ്യാസ മേഖലയെ തന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിയാൻ വേണ്ടി അവർ ഓരോ പദ്ധതികൾ വെച്ച് മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനം വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഉയർന്നു വരാൻ നമ്മുടെ സ്കൂളുകളെല്ലാം ഹൈടെക് നിലവാരത്തിലേക്കുള്ള സ്കൂളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ ക്ലാസ്സുകൾക്ക്, നമ്മുടെ കുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ടി ആധുനിക രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും കുട്ടികൾക്ക് വേണ്ടി ഇന്ന് ക്ലാസ് മുറികൾ സ്മാർട്ട് ക്ലാസ് മുറികളാക്കി നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടാണ് ഇന്ന് കുട്ടികൾ ഓരോ വിഷയവും പഠിച്ചു കൊണ്ടുപോകുന്നത്. അത്രയേറെ പുരോഗമനം നമ്മുടെ വിദ്യാഭ്യാസ മേഖല മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ വരുമ്പോഴും നമ്മുടെ മക്കൾ എന്താണ് നമ്മുടെ മക്കൾ എന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കണം. അവരുടെ ജീവിത രീതിയും അവരുടെ ജീവിത ശൈലികളും എല്ലാം നമ്മൾ ഓരോ അമ്മമാരും മനസ്സിലാക്കി പോകേണ്ടതുണ്ട്. നമ്മുടെ മക്കൾ പഠിക്കാൻ വന്ന് തിരിച്ചു വരുമ്പോൾ അവരെങ്ങനെയാണ് അവരുടെ മുഖഭാവം എന്ന് നമ്മൾ ദിവസപ്രതി നോക്കേണ്ട ഒരു അവസരമാണ് ഈ അവസരങ്ങളെല്ലാം. നമുക്കറിയാം, നമ്മുടെ മക്കൾ ഇന്നിപ്പോൾ കൂടുതൽ മക്കളൊന്നുമില്ല. നമുക്ക് പണ്ട് കാലത്ത് 12 മക്കളൊക്കെ ഉള്ള ഒരു കാലഘട്ടത്തും നമ്മുടെ മക്കൾ അമ്മമാരെ പണിക്ക് പോയി വന്ന് അവരുടെ വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റുന്ന വീടുകളിൽ വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ടായാലും ആ കുട്ടികൾ നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോയിരുന്നു. ഇന്നത്തെ എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികൾ ഒരു വീട്ടിൽ 2 or 3 കുട്ടികൾ മാത്രമുള്ള നമ്മുടെ വീടുകളിൽ ഇന്ന് കുട്ടികളെ നോക്കാൻ പോലും നമ്മുടെ രക്ഷിതാക്കൾക്ക് സമയമില്ലാത്തൊരവസ്ഥ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മക്കളെ സ്കൂൾ പോയി വിട്ട് കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ ഏത് രീതിയിലാണ് അവർ വരുന്നത്, അവരെന്നെ പരിശോധിച്ചുകൊണ്ടും അവരെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കൂടി നമ്മുടെ ആ വിശ്വാസം അവരെ നമ്മൾ മനസ്സിലാക്കാൻ നമുക്ക് പഠിക്കാൻ സാധിക്കണം. എന്നാൽ മാത്രമാണ് നമ്മുടെ കുട്ടികളെ കൈവിട്ട് പോകാതിരിക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. നമുക്കറിയാം, ഇന്ന് വിദ്യാഭ്യാസ മേഖല എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികളെല്ലാവരും നന്നായി വിദ്യാഭ്യാസമൊക്കെ ഉണ്ടെങ്കിലും ചില കുട്ടികളെല്ലാം ഒരു കൂട്ടം ആടുകളിൽ നിന്ന് ഒരു കുഞ്ഞാട് വഴിതെറ്റി പോയാൽ അതിൻ്റെ പിന്നാലെ പോകാൻ ചില കുഞ്ഞാടുകൾക്ക് സാധിക്കും. അത് നമ്മൾ കണ്ടുകൊണ്ട് പോയാൽ മാത്രമാണ് ആ കുഞ്ഞാട് വഴിതെറ്റി പോകുന്ന കുഞ്ഞാടിനെയും കൂടി നമുക്ക് നമ്മുടെ കൂട്ടത്തിലേക്ക്, നല്ല കൂട്ടത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മുടെ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ അവർ അന്നത്തെ ദിവസം എന്തെല്ലാമാണ് ചെയ്തതെന്ന് നമുക്ക് അന്വേഷിക്കാനും നമുക്ക് സാധിക്കണം. അതുപോലെ നമ്മൾ പണ്ടത്തെ രീതിയിൽ നമ്മുടെ മക്കളെ നമ്മളിപ്പോൾ പകലൊന്നും നമുക്ക് സമയമില്ലെങ്കിലും രാത്രി ഒരു നേരമെങ്കിലും നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് ഒരു ഭക്ഷണം കഴിക്കാൻ നമ്മൾക്ക് സാധിക്കണം. ആ ഒരു നേരം നമ്മൾ ഇല്ലായ്മയും അവരുടെ വിഷമങ്ങളും എല്ലാം പറഞ്ഞ് അന്നത്തെ കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ആ കുട്ടികൾക്ക് വിഷമം എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ ഈ അവസരങ്ങൾ സാധിക്കും. അത് മനസ്സിലാക്കാത്ത കുറേ കുടുംബങ്ങൾ ഇപ്പോഴും ഉണ്ട്. അമ്മ വേറെ വഴിക്ക്, അച്ഛൻ വേറെ വഴിക്ക്, അതുപോലെ മക്കൾ വേറെ വഴിക്ക് എന്ന രീതിയിലേക്ക് പോകുമ്പോൾ നമ്മുടെ വീട് തന്നെ ഇല്ലാതെയാകും. അപ്പോൾ അത് കാരണം ഒരു നേരമെങ്കിലും നമുക്ക് ഒത്തൊരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് അവിടെ നമ്മുടെ ദുഃഖമായാലും സന്തോഷമായാലും ഒക്കെ പങ്കുവെക്കാനുള്ളൊരു വേദി കൂടി നമ്മൾ ആ അവസരത്തിൽ കണ്ടെത്തണം. എന്നാൽ മാത്രമാണ് നമ്മുടെ മക്കൾക്ക് നമ്മളതിലേക്ക് അടുപ്പിച്ച് ചേർത്ത് നിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇതൊക്കെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ പല ക്ലാസ്സുകളൊക്കെ വയ്ക്കും. ആ വയ്ക്കുമ്പോൾ നമ്മുടെ എക്സൈസ് ഓഫീസിലത്തെ ജോസഫ് സാറ് പറഞ്ഞതുപോലെ ഒരു സ്ഥലത്ത് അതുപോലെ വണ്ടി പരിശോധനയ്ക്ക് നിൽക്കുമ്പോൾ ഒരു ആൺകുട്ടി ബുള്ളറ്റിൽ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് ആ കുട്ടീനെ പിടിച്ച് കൊടുന്നു വന്നപ്പോൾ അവരമ്മേനെ വിളിക്കാൻ വേണ്ടി 2-3 പ്രാവശ്യം അമ്മേനെ വിളിച്ചു. ഇതാ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ
ആ സമയം ഒന്നും വരാതെ കുറേ നേരം കഴിഞ്ഞിട്ട് അമ്മ വരുന്ന കാണാനില്ല. അപ്പോൾ വീണ്ടും കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും സാറ് വിളിച്ചപ്പോൾ അമ്മ പറയണത് ഞാൻ ബ്യൂട്ടി പാർലറാണ്, ഇപ്പോൾ അത് കഴിഞ്ഞാൽ ഞാൻ വരാം. അപ്പം നമ്മുടെ മകനെ പിടിച്ചു കൊണ്ടുവന്നത് എന്തിനാണെന്നുള്ള ആകാംക്ഷ ഒന്നുമല്ല, അവിടെ ബ്യൂട്ടി പാർലറിലാണ് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പോയത്. അതുപോലെ ആ കുട്ടിയെ ചോദിച്ച് പിന്നെ മനസ്സിലാക്കി ആ കുട്ടീനെ കൊണ്ടുപോയി ഇതെല്ലാം മാറാൻ വേണ്ടി കൊണ്ടാക്കി. അവിടെ നിന്ന് മാറി വന്നപ്പോൾ ആ കുട്ടി പറയുന്നത് എന്താ വെച്ചാൽ അവിടെ ഇവരെല്ലാവരും ഒത്തൊരുമിച്ചിരുന്ന് ചായയൊക്കെ കുടിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൊടുത്തുകൊണ്ടാണ് ചായ ആ എക്സൈസ് ഓഫീസിൽ ചെയ്യാറ്. അപ്പോൾ ആ കുട്ടി കണ്ടപ്പോൾ പറഞ്ഞു, ഞാൻ ഒരു നേരമെങ്കിലും ഇവിടെ വന്നിരുന്ന് ചായ കുടിക്കട്ടെ എന്ന് ചോദിച്ചു അത്ര. എന്താ വെച്ചെങ്കിൽ അവിടെ അവൻ്റെ വീട്ടിലെ അങ്ങനത്തെ ഒരു പ്രകൃതം സ്വഭാവങ്ങളും ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലേക്കാണ് അവരുടെ വീട്ടിലത്. അങ്ങനെ സ്നേഹം പങ്കിടാൻ അവനൊരാളുമില്ല. ആ സ്നേഹം പങ്കിടണം മറ്റുള്ള സ്ഥലങ്ങൾ ഇതുപോലെ കാണുമ്പോൾ അവന് കൊതി വന്നതിൻ്റെ ഭാഗമായി അവൻ ചോദിച്ചു പോയതാണ്. അതേപോലെ നമ്മുടെ മക്കളെ നമ്മൾ എന്തെല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നതല്ല അവിടെ പ്രാധാന്യം. നമ്മൾ സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ മക്കളിൽ കാണിക്കാനുള്ളത്. അതല്ലാതെ അവരെ കുറേ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്ത് സ്നേഹം ഉള്ളതല്ല നമ്മുടെ മക്കളുടെ ആ സ്വഭാവം മാറ്റിയെടുക്കണമെങ്കിൽ നമ്മുടെ നല്ല മക്കളെ ആക്കി തീർക്കാൻ നമുക്ക് മാത്രമാണ് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളതിന് മുൻകൈയെടുത്ത് എപ്പോഴും മുന്നിലുണ്ടാവണം. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളെ അവരുടെ വിദ്യാഭ്യാസം ചില അമ്മമാരെ അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രകൃതം, അതെല്ലാം നമുക്ക് അടിച്ചേൽപ്പിക്കുകയല്ല. അവരെ പറഞ്ഞ് നമ്മുടെ വിദ്യാർത്ഥികളായാലും അവരോട് പറയാം, നമ്മളിങ്ങനെ എനിക്ക് ആകാനുള്ള ആഗ്രഹം അവരെ അടിച്ചേൽപ്പിച്ചാൽ അവരാകില്ല. അവർക്ക് എന്താണ് ആവാൻ ആഗ്രഹം അത് മനസ്സിലാക്കി അവരെ ആയി മുന്നോട്ട് പോവുക. സ്നേഹമുള്ളവരെ, ഞങ്ങളിങ്ങനെ സ്റ്റേജിലിരുന്ന് ഓഡിയൻസിനെ നോക്കുമായിരുന്നു. അപ്പോൾ നല്ല നല്ല പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പോഴും കുറച്ച് പേര് വളരെ ശ്രദ്ധിക്കുന്നു, കുറേ പേര് കുറേയും കൂടി നല്ല ഇൻട്രസ്റ്റിങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നിങ്ങനെ ഫോണിൽ ഇങ്ങനെ തിരഞ്ഞിരിക്കുന്നു. അങ്ങനെ കുറേ പേര് മടുത്തിരിക്കുന്നു. കുട്ടികൾ കളിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളിലൂടെ കടന്നു പോകുന്നു. അതുകൊണ്ട് ഒത്തിരി ഞാൻ പറഞ്ഞ് നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല, പെട്ടെന്ന് ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ നമ്മുടെ റിപ്പോർട്ട് അവതരണം എല്ലാവരെയും നന്ദിയോടുകൂടി ഓർക്കുന്നു. ഓരോരുത്തരുടെയും പേരെടുത്തിട്ടൊന്നും ഞാൻ പെട്ടെന്ന് അഡ്രസ്സിങ് ചെയ്യുന്നില്ല. നമ്മുടെ റിപ്പോർട്ട് പ്രസൻറ്റ് ചെയ്തപ്പോൾ ഒത്തിരിയേറെ കണ്ണു തള്ളിപ്പോയി. കഴിഞ്ഞൊരു 5 വർഷ കാലഘട്ടങ്ങളിൽ അതിൻ്റെ ഒരു സം ടോട്ടൽ എത്രയായിരുന്നു അതിൻ്റെ വലിയ ഒരു ഔട്ട്കം ഉണ്ടായിരുന്നത്. അത് ഒറ്റ വർഷം കൊണ്ട് എനിക്ക് തോന്നുന്നു അത് സ്വന്തമാക്കിയ ഏറ്റവും നല്ലൊരു വർഷമാണ്. കൈയടിക്കാം. എനിക്ക് തോന്നുന്നു ആ ഒരു റിപ്പോർട്ടിംഗ് പ്രസൻറ്റേഷൻ തന്നെ ഒരു കോമ്പറ്റീഷനായിട്ട് അത് സ്റ്റേറ്റ് തലത്തിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ ഒരു റിപ്പോർട്ടിങ്ങിന് തന്നെ ചിലപ്പോൾ ഫസ്റ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം കേൾക്കാൻ എല്ലാവർക്കും അത്ര വലിയ താല്പര്യമില്ല. കണ്ണിനു കൂടിയും ഇമ്പമുള്ളതുണ്ടെന്നുണ്ടെങ്കിലാണ് വളരെ കുളിർമയുള്ളതായിട്ട് സ്വീകാര്യതയുള്ളതായിട്ട് തീരുക. ഇപ്രാവശ്യം ആ ഒരു റിപ്പോർട്ടിങ് അത് ഏറ്റവും നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തു. എല്ലാ നല്ല മുഹൂർത്തങ്ങളും അവരത് ഫോട്ടോ സഹിതം വീഡിയോ സഹിതം എല്ലാം കാണിച്ചപ്പോൾ വളരെ നന്നായിട്ട് എനിക്ക് തോന്നി. തീർച്ചയായിട്ടും ഈ ഒരു വർഷം കൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു ഡേ ടൈം ഒരു വർഷം കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിലധികം തീർച്ചയായിട്ടും ഒരു കാര്യം ഉറപ്പാണ്, ടീച്ചർമാരും കുട്ടികളും എക്സ്ട്രാ ടൈം എടുത്ത് അതിനുവേണ്ടി പെയിൻ എടുത്ത് ഒത്തിരിയേറെ അവർ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അല്ലാതെ കോമ്പറ്റീഷന് പോയപ്പോൾ LIG മാത്രമുള്ളത് കൊണ്ട് സമ്മാനം കിട്ടിയതല്ല, മറ്റു പല സ്കൂളുകളും ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഇവിടെ വലിയ വിജയത്തിൻ്റെ സന്തോഷത്തിൻ്റെ 72ാം വർഷത്തിൻ്റെ നിറവിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ തുടർന്നും സർവേശ്വരൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥന വചസ്സോടുകൂടി നിർത്തുന്നു. എല്ലാ ഭാവുകങ്ങളും നേരുന്നു. ഒത്തിരി നന്ദി. ഏറ്റവും ബഹുമാന്യയായ അധ്യക്ഷ ശ്രീമതി സിസ്റ്റർ മരിയ ജോസ്, ഈ ആനുവൽ ഡേയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റ് ശ്രീമതി രേഖ സുനിൽ, ഏറ്റവും ആദരണീയനായ ചൂണ്ടൽ പള്ളി വികാരി ഫാദർ സനോജ് അരങ്ങശ്ശേരി, ഏറ്റവും പ്രിയപ്പെട്ട
ഇവിടെ ആനുവൽ റിപ്പോർട്ട് അവതരിപ്പിച്ച ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ ശ്രീമതി സിസ്റ്റർ മരിയ ഗ്രേസ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ മുഹമ്മദ് ഷാഫി, ഗ്രാമപഞ്ചായത്ത് എഡ്യൂക്കേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മാഗി ജോൺസൺ, ഈ വാർഡ് മെമ്പർ നാൻസി, അധ്യക്ഷവേദിയിലെ മറ്റ് പ്രിയപ്പെട്ട ഇവിടുത്തെ PTA പ്രസിഡന്റ് ഷൈൻ ഉൾപ്പെടെയുള്ള PTA-യുടെയും MPTA-യുടെയും OSA-യുടെയും ഒക്കെ പ്രതിനിധികളെ, പ്രിയപ്പെട്ട ഈ വിദ്യാലയത്തിലെ അധ്യാപകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, ഞാനൊരു ദീർഘമായ പ്രസംഗത്തിന് മുതിരുന്നില്ല. കാരണം ഏറ്റവും സന്തോഷകരമായ ആനന്ദകരമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഘനീഭവിച്ച് നിൽക്കുന്നത്. നമ്മുടെയൊക്കെ കൊച്ചുകുട്ടികളുടെ കലാവിരുന്ന് കാണുന്നതിന് വേണ്ടിയാണ് രക്ഷിതാക്കൾ മറ്റ് പ്രോഗ്രാമുകളൊക്കെ മാറ്റിവെച്ച് ഇവിടെ എത്തിച്ചേർന്നത്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് അത് കണ്ടു മടങ്ങണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന നിങ്ങളോട് ഞാനൊരു പ്രസംഗത്തിന് മുതിരുന്നില്ല. 72 വർഷമെന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. ഈ ചൂണ്ടൽ പ്രദേശത്തിന്, പൂനമുച്ചി ചൂണ്ടൽ പ്രദേശങ്ങളിലാകെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ നേട്ടങ്ങളുണ്ടാക്കിയ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമെന്ന നിലയിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ ഇതിൻ്റെ റിപ്പോർട്ടിൽ ഇവിടെ അഡ്മിനിസ്ട്രേറ്റർ സൂചിപ്പിച്ചതുപോലെ വലിയ മാറ്റമാണ് ഇന്ന് വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടായിട്ടുള്ളത്. വിദ്യാഭ്യാസ രംഗം ഓരോ ദിവസം പ്രതി മാറിക്കൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രം അത്ര അതിവേഗമാണ് കുതിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഒരു കടന്നുവരവോടുകൂടി, കമ്പ്യൂട്ടറിൻ്റെ കണ്ടുപിടുത്തത്തോടുകൂടി അന്നാരംഭിച്ച് ഏതാണ്ട് ഒരു 80 മുതൽ ആരംഭിച്ച വലിയ മാറ്റമാണ് ശാസ്ത്രരംഗത്ത് എത്തി നിൽക്കുന്നത്. ഇന്ന് നിർമ്മിത ബുദ്ധിയുടെയും റോബോട്ടിക്സിൻ്റെയും ഒക്കെ ഒരു കാലഘട്ടമാണ്. എന്താണ് പഠിക്കേണ്ടത് എന്നറിയാത്ത രീതിയിലുള്ളൊരു സാഹചര്യത്തിലേക്ക് മാറുന്ന ഒരു കാലഘട്ടമാണ്. നാളെ ഏതെല്ലാം രീതിയിലുള്ള തൊഴിലവസരങ്ങളാണ് സമൂഹത്തിൽ നിലനിൽക്കുക എന്നറിയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. ടീച്ചർമാരെ സംബന്ധിച്ചിടത്തോളം അവർ പഠിച്ച കാലഘട്ടത്തിലെ കാര്യങ്ങളുമൊന്നുമല്ല അവർ പഠിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്. അത്ര വലിയ മാറ്റമാണ്. നമ്മളാരും ചിന്തിച്ചിരിക്കില്ല കോവിഡ് ഉണ്ടായപ്പോൾ വീട്ടിലിരുന്ന് ക്ലാസ് ശ്രവിക്കാൻ കഴിയുമെന്നും, ഇങ്ങനെ ടീച്ചർമാരുടെ വീട്ടിലും കുട്ടികൾക്ക് കുട്ടികളുടെ വീട്ടിലും ഇരുന്ന് ക്ലാസ് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് നാം ആരും ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു 10-20 വർഷക്കാലങ്ങൾക്ക് മുമ്പ് അത് ചിന്തിക്കാൻ കഴിയുമായിരുന്നൊരു പ്രശ്നമല്ല. ഇപ്പോൾ കയ്യിലിരിക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ എന്തും കയ്യെത്തിപ്പിടിക്കാൻ കഴിയാവുന്ന, ഏത് വിവരവും കയ്യെത്തിപ്പിടിക്കാൻ കഴിയാവുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് വളരെ ദുഷ്കരമായ ഒരു കാലഘട്ടത്തിൽ വരെ ആയിരിക്കും നിങ്ങളുടെ കടന്നുപോക്ക് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം എന്തും മനുഷ്യന് പകരമായി യന്ത്രം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിനെല്ലാം തന്നെ മറികടക്കാൻ കഴിയാവുന്ന രീതിയിൽ, ഉജ്ജ്വലമായ രീതിയിൽ നിങ്ങളുടെ മേഖലകളിൽ നിങ്ങൾക്കേവർക്കും വിജയിക്കാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കാനാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. ഇവിടെ നിന്ന് 3 പേർ റിട്ടയർ ചെയ്യുന്നുണ്ട്. അതിൽ എനിക്ക് ഏറെ പ്രിയപ്പെട്ട ഡെയ്സി ടീച്ചറുണ്ട്. ഡെയ്സി ടീച്ചറുടെ ഫാദർ പാവുവേട്ടൻ എൻ്റെ ഒരു അടുത്ത സുഹൃത്തായിരുന്നു. എൻ്റെ ഒരു ഗുരുനാഥൻ എന്ന് തന്നെ വേണമെങ്കിൽ രാഷ്ട്രീയത്തിൽ പറയാവുന്ന പാറന്നൂരിലെ പാവുവേട്ടൻ്റെ മകളാണ് ഡെയ്സി ടീച്ചർ. അപ്പോൾ ആ ഡെയ്സി ടീച്ചറുടെ റിട്ടയർമെൻറ്റ് സമയത്ത് ഇതിൽ പങ്കെടുക്കാൻ കഴിയുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമാണ്. ഡെയ്സി ടീച്ചർക്കും ഇന്നിവിടെ നിന്ന് റിട്ടയർ ചെയ്യുന്ന നോൺ ടീച്ചിങ് സ്റ്റാഫായിട്ടുള്ള ശ്രീമതി റീനയ്ക്കും അതുപോലെ വത്സയ്ക്കുമൊക്കെ ഇന്ന് റിട്ടയർമെൻറ്റ് പ്രായമെന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു പ്രായമാണ്. ഇനിയും നിരവധിയായ വർഷങ്ങൾ അവർക്ക് ഈ പൊതുസമൂഹത്തിനായി നിരവധിയായ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതിന് സർവേശ്വരൻ അവർക്ക് പൂർണ്ണ ആരോഗ്യം നൽകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സ്മരിക്കുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷയും ഉദ്ഘാടകയും അടക്കമുള്ള വേദിയിലെ ആദരണീയരായ വ്യക്തിത്വങ്ങളെ, സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, വിദ്യാർത്ഥിനികളെ, അധ്യാപകരെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ,
ഒരു ആശംസയ്ക്ക് ഇവിടെ വലിയ പ്രസക്തിയില്ല എന്നത് നമുക്കെല്ലാം അറിയാം. കാരണം ഇന്ന് 72ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഈ വിദ്യാലയത്തിലെ കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ ഇവിടെ നേരത്തെ റിപ്പോർട്ടിൽ പറഞ്ഞു. ആ ഒരു വർഷക്കാലത്തെ അധ്വാനത്തിൻ്റെ കൂടി ഫലമായിക്കൊണ്ടുള്ള ഒരുപാട് പരിപാടികൾ നമ്മുടെ വിദ്യാർത്ഥിനികളിലൂടെ അവതരിപ്പിക്കും. അതുകൂടി കാണുന്നതിനാണ് കൂടുതൽ ആളുകളും ഇവിടെ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ദീർഘമായ ഒരു സംസാരത്തിലേക്ക് പോകുന്നില്ല. 6 വ്യാഴവട്ടക്കാലം ഈ പ്രദേശത്തിൻ്റെ വെളിച്ചമായി ഒരുപാട് വിദ്യാർത്ഥിനികളുടെ മികവുറ്റ പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു വിദ്യാലയമാണിത്. വിവിധങ്ങളായ രീതിയിലുള്ള പ്രഗത്ഭമതികളായ ഒരുപാട് വിദ്യാർത്ഥികൾ ഇവിടെ നിന്നും പഠിച്ചു പോയിട്ടുണ്ട്. ഇനിയും കഴിവുറ്റ, ഇവിടെ നേരത്തെ വല്ലഭേട്ടനും അതുപോലെ നമ്മുടെ അച്ഛനുമൊക്കെ തന്നെ, സനോജ് അച്ഛനുമൊക്കെ വളരെ വിശദമായി ഇവിടെ സംസാരിച്ചു, ഹ്രസ്വമായ വാക്കുകളിലൂടെ. പുതിയ തലമുറയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടാണ് നമ്മുടെ തലമുറ മുന്നോട്ട് പോകുന്നത്. അവിടെ ഏറെ ഹ്രസ്വമായ രീതിയിൽ, ഏറെ ഹൃദ്യമായ രീതിയിൽ മുന്നോട്ട് പോകാൻ, നന്മയിൽ അധിഷ്ഠിതമായ രീതിയിൽ കൂടുതൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ കഴിയാവുന്ന രീതിയിലാണ് നമ്മുടെ ഈ വിദ്യാലയം അവർക്കാവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. നമുക്കറിയാം,